ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലീഫാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ലീഫിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപമാണ് പഠിക്കാൻ പോകുന്നത്. ലീഫിൻ്റെ ഘടന എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. തിൻ ലൈൻ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു വൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ലീഫിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം. ഇത് ഇടത്തു നിന്നും വലത്തു നിന്നും നേരെയും അങ്ങനെ പല സൈസിലായി നമുക്ക് വരച്ച് പഠിക്കണം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഈ ലീഫ് തന്നെ 3 എണ്ണം വരയ്ക്കുന്നതാണ്. അതായത് ഒരു പെറ്റൽസ് വെച്ച് മാത്രം ലീഫ് വരച്ചാൽ ഒരു ഭംഗിയും കാണില്ല. അതുകൊണ്ട് 3 പെറ്റൽസാണ് നമ്മൾ ഇവിടെ ലീഫിനായി വരച്ചെടുക്കുന്നത്. ഈ ലീഫിന് 3 പെറ്റൽസ് വരച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഘടനയുണ്ട്. ഇങ്ങനെ വരച്ചെടുക്കുന്നത് തെറ്റാണ്. ഇതിന് ഒരു അളവുമില്ല കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു ലീഫ് വരയ്ക്കുക. അതേ വിഡ്ത്തിൽ, അതേ ലെങ്ത്തിൽ, അതേ ഷേപ്പിൽ തന്നെ രണ്ടാമത് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായി വരച്ചു കൊടുക്കുക. ഈ വരയ്ക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു Y എന്ന ലെറ്റർ നമുക്ക് കാണണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ലീഫുകൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയുള്ളൊരു Y എന്ന ലെറ്റർ നമുക്കതിൻ്റെ നടുവിലായിട്ട് കാണാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് ഈ ലീഫിൻ്റെ തന്നെ 5 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ഈ ലീഫ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് 2 Y ആണ് കാണപ്പെടേണ്ടത്. ഇതുപോലെ 2 വൈയും മുകളിലായി ഒരു വരയും വരുന്ന രീതിയിലാണ്, അതേ ഷേപ്പിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ ഘടന. ഇനി നാലാമതായിട്ട് ഇതുപോലെ തന്നെ ബേസ് വരച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക, അതായത് ഡാർക്കെയിൻ ചെയ്തെടുക്കുക. ഇതും ഇടത്തു നിന്നും വലത്തു നിന്നും മുകളിലായും താഴെയായും ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. പല ഡയറക്ഷനിൽ നിന്നും പല രീതിയിൽ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അഞ്ചാമതായിട്ട് ഇതിൻ്റെ 3 ലീഫ് വരുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബേസ് വരയ്ക്കുമ്പോൾ കുറച്ച് മാറ്റി വരയ്ക്കുക. കാരണം ഇതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കൂട്ടിമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഡാർക്കെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൂട്ടിമുട്ടാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി ആറാമതായി ഇതിൻ്റെ തന്നെ 6 പെറ്റൽസാണ് വരയ്ക്കുന്നത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ്. 3 പെറ്റൽസുള്ള ലീവ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വൈയും, 6 പെറ്റൽസുള്ള ലീവ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 വൈയും ആണ് കാണേണ്ടത് കേട്ടോ. ഇനി ഏഴാമതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബേസിൽ തന്നെ ഡാർക്കെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലീഫാണ്. ആദ്യം നമ്മൾ ഒരു ബേസ് വരച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ നടുക്കായിട്ടുള്ള വൈൻസ് വരയ്ക്കണമെന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇതും പല ഡയറക്ഷനിൽ നിന്നും വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി എട്ടാമതായിട്ട് ഈ ഡാർക്കെയിൻ ചെയ്ത ലീഫിൻ്റെ തന്നെ 3 എണ്ണം ഉള്ളതാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇത് വരയ്ക്കുമ്പോഴും അതിൻ്റെ നടുക്കായിട്ട് Y എന്ന ലെറ്റർ കാണണം കേട്ടോ. ഇനി ഈ ഒരു ലീഫിനെ തന്നെ വേറൊരു രീതിയിലും ചെയ്തെടുക്കാം. ആദ്യം ചെറിയ ടെയിൽ പോലെ വന്നിട്ട് ടിയർ ഡ്രോപ്സ് പോലെ നല്ല പ്രഷർ കൊടുത്ത് വീണ്ടും ഒരു ടെയിൽ ഇട്ട് കൊടുക്കുക. ആദ്യം ടെയിൽ കൊണ്ടുവന്നിട്ട് നല്ല പ്രഷർ കൊടുത്ത് തന്നെ വീണ്ടും ഒരു ടെയിൽ ഇട്ട് കൊടുക്കുക. ഇതിനും മറ്റേ ഡാർക്കെയിൻ ചെയ്യുന്നതിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. ഇനി 9ാമതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 5 ലീഫാണ് കേട്ടോ. ഈ
ടിയർ ഡ്രോപ്സ് പോലെ ചെയ്തെടുക്കുന്ന ലീഫിന് കൃത്യമായ ഡിസ്റ്റൻസ് പാലിച്ചു കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് തമ്മിൽ ജോയിനായി പോകും. ഇനി ലീഫിൻ്റെ തുമ്പറ്റത്തായിട്ട് കുറച്ച് ലെങ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 10ാമതായിട്ട് ചെയ്തെടുക്കുന്നത് ടിയർ ഡ്രോപ്സ് പോലെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടെയിലിന് കുറച്ച് നീളം കാണും. ആദ്യം വരയ്ക്കുന്ന രീതി തെറ്റാണ്, ഇതിങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ഡോട്ട്സ് കൊണ്ടുവരുന്നത് പോലെ തന്നെ കൊണ്ടുവരിക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് 2ാമത്തെ ഇടേണ്ടത്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി 11ാമതായിട്ട് ഇതിൻ്റെ തന്നെ 5 ലീഫ് വരുന്നതാണ്. ഇതുപോലെ ചരിച്ചും നേരെയും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഒറ്റസംഖ്യയായിട്ടുള്ള 5, 7 അങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഇതുപോലെ ലീഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇവിടെ 7 വരുന്ന ലീഫാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പന്ത്രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്നത് കോഫി ബീൻ ലീഫാണ് കേട്ടോ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലീഫാണ്. കോഫി ബീൻ പോലെ തന്നെയാണ് ഇവ കാണാനും ഇരിക്കുന്നത്. ടിയർ ഡ്രോപ്സ് പോലെ തലതിരിച്ച് വരയ്ക്കാനും നമ്മൾ പഠിച്ചല്ലേ, അതുപോലെയാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. കുറച്ച് വാലും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2ാമത്തെ ടിയർ ഡ്രോപ്സ് പോലെ വരയ്ക്കുമ്പോൾ കുറച്ച് കണ്ടോ, അതിൻ്റെ ഇടയിലായിട്ടുള്ള ലൈന്, ആ ലൈനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇനി 3 കോഫി ബീൻ ലീഫ് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒരു വര വേണം കേട്ടോ. ഇനി ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ് കോഫി ബീൻ ലീഫ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം കോഫി ബീനിനെ പോലെ തന്നെ ഒരു ബേസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും സെൻറ്ററിലുള്ള ആ വര നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ 12 തരം ലീഫുകളാണ് പഠിച്ചത്. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇതുപോലത്തെ ലീഫുകൾ വരച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.